ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. എബ്രായ ലേഖകൻ പറയുന്നു, അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കണം. അതെ, അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ നമ്മൾ ദൈവത്തിന് അർപ്പിക്കണം. പൗലോസ് പറയുന്നു, എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. ഇതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതെ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. എല്ലാറ്റിനും എന്ന് പറഞ്ഞാൽ ഒന്നിനെയും ഒഴിവാക്കാതെ എല്ലാ കാര്യങ്ങൾക്കും, നമ്മുടെ സാഹചര്യങ്ങളും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും മോശമാണെങ്കിലും എങ്ങനെയായിരുന്നാലും നമ്മുടെ എല്ലാ അവസ്ഥയിലും കർത്താവിന് സ്തോത്രം ചെയ്യണം. ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തെ സ്തുതിക്കുവാൻ ഒരു ദൈവ പൈതൽ പഠിക്കണം. എന്തില്ല എന്ന് കണ്ട് നിരാശപ്പെടുകയല്ല വേണ്ടത്, ഇല്ലായ്മ വിളിച്ച് പറയുകയല്ല വേണ്ടത്. 5000-ഓളം വരുന്ന പുരുഷാരത്തിന് ഭക്ഷിപ്പാൻ ആകപ്പാടെ 5 അപ്പവും 2 മീനും മാത്രമേ ഉള്ളൂ. അത് അവർക്ക് എന്താകാനെന്ന് ചോദിച്ച അന്ത്രയോസിന്റെ മുമ്പിൽ, ആ വലിയ പുരുഷാരത്തിന് മുമ്പിൽ ആ ഉള്ളതിനെ ഉയർത്തിപ്പിടിച്ച് പിതാവിനെ സ്തോത്രം ചെയ്ത് ആ വലിയ ജനക്കൂട്ടത്തിന് ഭക്ഷിപ്പാൻ നൽകി മിച്ചം വരുത്തിയ കർത്താവ് ഇന്നും ജീവിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്തില്ല എന്നല്ല, അല്പമേ ഉള്ളൂ, അതിനെ ഉയർത്തി കർത്താവിന് സ്തോത്രം അർപ്പിക്കുക. അല്പത്തെ അധികമാക്കി മാറ്റാൻ നമ്മുടെ കർത്താവിന് കഴിയും. ആയതിനാൽ ഇപ്പോഴത്തെ അവസ്ഥയെ നോക്കണ്ട, ഇടവിടാതെ നമുക്ക് സ്തോത്രമെന്ന അധരഫലം യാഗമായി അർപ്പിക്കാം.